വിശുദ്ധ ഖുർആനും ഹദീസും തമ്മിലുള്ള ചില കാര്യങ്ങൾ. ഒന്നാമത്തത്, ശ്രേഷ്ഠതയുടെയും സ്ഥാനത്തിൻ്റെയും കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്നാം പ്രമാണവും ഹദീസുകൾ രണ്ടാം പ്രമാണവുമാണ്. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആൻ മുഴുവനും മുത്തവാത്തിറാണ്, എന്നാൽ ഹദീസുകൾ മുത്തവാത്തിറും അല്ലാത്തതുമുണ്ട്. മൂന്നാമത്തത്, വിശുദ്ധ ഖുർആനും ഹദീസുകളും പിന്തുടരാനുള്ളതാണ്. വിധിവിലക്കുകളുടെ കാര്യത്തിലും കൽപ്പനകളും വിരോധനങ്ങളും പാലിക്കേണ്ട കാര്യത്തിലും വിശുദ്ധ ഖുർആനും ഹദീസുകളും തുല്യ പ്രാധാന്യമുണ്ട്. അവിടെ ഖുർആൻ എന്നോ ഹദീസ് എന്നോ ഉള്ള വേർതിരിവുണ്ടാവുകയില്ല. ഹദീസുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്. ഖുർആൻ ചുരുക്കി പറഞ്ഞവ ഹദീസുകൾ വിശദീകരിച്ചു നൽകുന്നു. ഖുർആൻ പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായി വിശദീകരിക്കുന്നതും ഹദീസുകൾ തന്നെയാണ്. നിരുപാധികം പറഞ്ഞ കാര്യങ്ങളുടെ ഉപാധികൾ വിശദീകരിക്കുന്നതും ഹദീസുകളാണ്. ചുരുക്കത്തിൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിനെയും ഹദീസിനെയും പിന്തുടരൽ അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. എന്താണ് ഹദീസ്? എന്തുകൊണ്ടാണ് അത് പ്രാധാന്യമായത്? ഇസ്ലാമിക മതത്തിന് മാർഗനിർദ്ദേശനമായി വർത്തിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു ശേഖരണമാണ് ഹദീസ് എന്ന് പറയുന്നത്. പ്രാർത്ഥന പോലെയുള്ള ആരാധനക്രമങ്ങളെ എങ്ങനെ സമീപിക്കണമെന്ന് മുസ്ലിമീങ്ങൾക്ക് ഉപദേശം നൽകുന്നതും ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ഹദീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഖുർആൻ? എന്തുകൊണ്ട് അത് പ്രധാനമാണ്? ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ്. അള്ളാഹുവിൻ്റെ പൂർണ്ണവും മാറ്റമില്ലാത്തതുമായ വചനമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ധാർമ്മികത മുതൽ അനന്തരാവകാശ നിയമം വരെ മുസ്ലിമീങ്ങൾക്ക് മാർഗനിർദ്ദേശനം നൽകുന്നതിനാലാണ് ഇത് പ്രാധാന്യമായി തീരുന്നത്.